ഇത് നമ്പരാണ് നമുക്കിട്ട് വെച്ച പാര. ഭാര്യയെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഭാര്യ ഗർഭിണിയാണെന്ന്. ഇപ്പൊ തൊണ്ടി സൈതം പിടിച്ച് അവന്മാരുടെ കള്ളി പൊളിയൊന്നായപ്പോ വായിക്കൊള്ളാത്ത പേരുള്ള ഒരു നസ്രാണി ഗുരുനാഥൻ, എന്താണ് അയാളുടെ പേര്? ആ അതാണ്. രണ്ടാമത് വേറെ ആരും പറയില്ലല്ലോ. ഇതൊക്കെ സത്യമാണെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? തെളിവാണ് പ്രധാനം. ഒരു കുറ്റാന്വേഷകന്റെ കണ്ണുകൾ തൂണിലും തുരുമ്പിലും ഉടക്കിയിരിക്കും. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ചോദിക്കട്ടെ, അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ ആ പെട്ടിക്കകത്ത് ഒരു കല്യാണ ഫോട്ടോ കാണാതിരിക്കുമോ? പോകുന്നിടത്തൊക്കെ കല്യാണ ഫോട്ടോയും കൊണ്ടുപോകാൻ പറ്റൂടോ? വേണ്ട. വീട്ടിലുണ്ടാവുമോ? ഉണ്ടാവാം. ഉണ്ടാകാമെന്നല്ല, ഉണ്ടാവും, ഉണ്ടാകണം. നീ എന്തൊക്കെയായി പറഞ്ഞേ? കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കട്ടെ. കുളിച്ചിട്ട് പറഞ്ഞല്ല മാഷെ. ചുണയുണ്ടെങ്കിൽ അവന്റെ കല്യാണ ഫോട്ടോ ഒന്ന് കാണിക്കാൻ മാഷ് പറ. പറഞ്ഞാൽ മാഷ് പറയ്, എന്താവെന്നറിയാലോ. ഞാൻ പറയാം, ശക്തമായിട്ട് പറയാം. എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ്. ചെത്തിക്കോട്ട് ഭഗവതിയാണ്. ഇന്നേക്ക് 15 നാളുകൾക്കുള്ളിൽ കണ്ണന്റെ കള്ളക്കളി കണ്ടുപിടിച്ച് അടിയറവ് പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിരാമൻ പുഷ്കരൻ എന്നല്ല. ഇത് സത്യം, സത്യം. ഞാൻ അന്നേ പറഞ്ഞല്ലേ മാഷെ, ഈ ആൾമാറാട്ടക്കളി വേണ്ടെന്ന്. അന്ന് അങ്ങനെ ഒരു കൊനഷ്ട ബുദ്ധി തോന്നി. ദുരഭിമാനത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലാതെ അത് ഇത്രയൊക്കെ ആവുന്നു ഞാൻ ഓർത്താ. ചിലപ്പോ വിചാരിക്കും ആരോടും പറയാതെ മുങ്ങിക്കളഞ്ഞാലോന്ന്. അപ്പൊ മാഷ് കാര്യം ഓർക്കും. എനിക്ക് തിരിഞ്ഞും മറിഞ്ഞു നോക്കാൻ ഒന്നുമില്ല. നമ്മുടെ സ്ഥിതി അതല്ലല്ലോ. പിന്നെ എന്തിന്റെ പേരിലായാലും ഒരു പെങ്ങളെ പോലെ വെച്ച് വിളമ്പി തരികയും കിടക്കാൻ ഇടം തരികയും ചെയ്ത ടീച്ചറെ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ പഠിപ്പ് പൂർത്തിയാകാത്ത പാവം പിള്ളേരും കള്ളം ചെയ്യുന്നെങ്കിലും നന്ദിയോട് കാണിക്കാൻ മനസ്സുമില്ല മാഷെ. എന്ത് കള്ളക്കഥ പറഞ്ഞിട്ടാണെങ്കിലും കുറച്ചു കാലം കൂടെ ഇവിടെ പിടിച്ചു നിൽക്ക്. എന്നാ ഞാൻ പോട്ടെ മാഷെ. ആ വരമ്പത്തെ ഷാപ്പിൽ ഇപ്പൊ ഒരു 3 അന്തി അടിച്ചാലും ഉറക്കം സുഖാവും. അതിനെ കള്ളു ഷാപ്പിൽ പോകുന്നൊക്കെ കൊള്ളാം. അവന്മാരുടെ കണ്ണി പറയാൻ നോക്കിയോ. കള്ളും അരിഷ്ടവും കൂടെ മിക്സ് ചെയ്യണം. പോട്ടെ. എന്നിട്ട് ലേശം ജിഞ്ചർ ബ്രേസ് കൂടെ ഒഴിച്ചാ ഈ വഴി ഷാപ്പിലേക്കുള്ള മാത്ര. ഈ രാത്രി നീ എന്തിനും ഇവിടെ വന്നോ? വെറുതെ കള്ളം പറയരുത്. കള്ളടിക്കാൻ വന്നല്ലടാ പട്ടി. ഞാനൊരു സംഗീതജ്ഞനാ. പ്രകൃതിയാണ് സംഗീതം. നിലാവുള്ള രാത്രിയിൽ കേരവൃക്ഷ തൈകളുടെ ചാഞ്ചാട്ടവും മന്ദമാരുതന്റെ ഭാഗവതരെ അന്തി അടിക്കാൻ വന്നിരിക്കണു. എന്തന്തി? കുന്തം. ഞങ്ങളെ കണ്ടപ്പോ എന്തിനാടാ വണ്ടി തിരിച്ചത്? നിങ്ങൾ കള്ളു കുടിച്ചിട്ടാ വരുന്നതെന്ന് എനിക്കറിയാം. കള്ളുകൂടിയന്മാരോട് സംസാരിക്കുന്നതേ നല്ല ബുദ്ധിയല്ല. കള്ളുകൂടിയൻ നിന്റെ തന്തയാടാ. നിന്റെ അമ്മച്ചിക്ക് സ്ത്രീധനം കിട്ടിയ പണം കൊണ്ട് അല്ല ഗോവിന്ദ കുടിക്കണേ. ഇത് വരണം. കണ്ണി കണ്ട പക്കമേളക്കാരെയൊക്കെ പിടിച്ച് മെത്തെ കിടത്തുമ്പോ ഓർക്കണമായിരുന്നു. സ്ക്രൂ കയറ്റി കയറ്റി വെറുതെ സീനുണ്ടാക്കരുത്. ഉണ്ടാക്കൂടാ, സീനുണ്ടാക്കും. ഞാൻ കുടിക്കും. നീയാ എന്നെ കുടിയനാക്കിയത്. എന്റെ മനസമാധാനം താർത്ത മഹാപാവി. നീ എന്റെ ഭാര്യയെ വല വീശി പിടിച്ചല്ലടാ. പക്ഷെ ഞാനുണ്ട്. പക്ഷേ കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണം. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ എന്ത് ചെയ്യൂടാ? അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യൂടാ? പുഷ്കര വിളിച്ചോണ്ട് പോ. എനിക്ക് ബാൻഡ് വായിക്കാൻ മാത്രമല്ല വേറെ പലതും അറിയാം. പേടിപ്പിക്കണ്ടടാ. പേപ്പടി ഞങ്ങൾ അവിടെ കണ്ടതാ. വിളിച്ചോണ്ട് പോടാ. വിളിച്ചോണ്ട് പോയില്ലേ നീ എന്ത് ചെയ്യൂടാ? അവിടെ നിൽക്ക. രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഇവിടെ പോവില്ല. നിന്നെ ഇവിടുന്ന് വിടുകയില്ല. ബോറാക്കരുത്. കൈയെടുക്ക്. ഇല്ല. കൈയെടുക്കാൻ. ഇല്ല തെണ്ടി. ഞാൻ പൊക്കോട്ടെ. ഓടരുത്. നീയല്ലേ വിളിച്ചോണ്ടത്? അതെ. തിരിച്ചു വീട്ടിക്കൊണ്ടാക്കിയിട്ട് പോയതാ. മനസ്സിലായോ? വെറുതെ ഇങ്ങനെ പോയപ്പോ മാഷിന്റെ ദേഹത്ത്
സൈക്കിൾ കൊണ്ട് ഒറ്റയിടി. കഷ്ടമല്ലേന്ന് ചോദിച്ചപ്പോ മാഷിനെ എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞു. എന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാഞ്ഞിട്ടല്ലേ മാഷേ. ഞങ്ങൾ അവിടെ പോയില്ലായിരുന്നെങ്കിൽ സംഗതി ആകെ കുഴഞ്ഞേനെ. വെള്ളം കുറെ കുടിച്ചിട്ടുണ്ടെന്നാ തോന്നണേ. തൈര് ഇരിപ്പണി കൊടുത്താട്ടെ, ആ കെട്ടെന്ന് ഇറങ്ങിയാനെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചറെ. കള്ളം കുടിച്ച് തല്ലും കൊണ്ട് തോട്ടി കിടക്കുക. വല്യമ്മങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം കേട്ടുകഴിവ് പോലും ഇല്ല. എന്റെ തൊലി പൊളിയണു. എന്നിട്ട് സേതു ഇവിടെ അവിടെ വന്നിരിപ്പുണ്ട്. അയാൾ ആകെ വറീടാണ്. വഴിയിലൂടെ പോയ അയാളെ മാഷും ആ പുഷ്കരനും കൂടെ ചേർന്ന് തല്ലാൻ ചെന്നെന്നോ തെറി വിളിച്ചെന്നോ. ഛേ, മോശമായി പോയി. മനുഷ്യനെ മാനം കെടുത്താൻ ചിലര് വഴിപാട് നേർന്ന പിന്നെ എന്താ ചെയ്യാ? എനിക്ക് വിഷമമുണ്ട്. എന്നെ മണ്ടനാക്കിയിട്ട് ഇവിടെ പുറക്കാന്ന് ഒരുത്തനും കരുതണ്ട. ഇനി തൊള്ള തുറന്ന വായിക്കാത്ത ഞാൻ ചകിരി തിരികെ കേട്ടുട്ടോ. ടീച്ചർ, മാഷെ ആരാ മണ്ടനാക്കിയത്? ഒന്നുമല്ലോ, ഈ ഞാൻ പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി. മാന്യായിട്ട് സംസാരിക്കും മാഷെ. എനിക്കിപ്പോഴിത്തിരി മാന്യത കുറവാ. ആരുടെ സംസാരിക്കണെന്ന് ബോധമുണ്ടോ? ഉണ്ട്, സാക്ഷാൽ കള്ളം മാഷ്. മാഷ്. ഇത് തെറ്റിപ്പോയി, കണ്ണം മാഷ്. എനിക്ക് ഒരു കൊലി ടീച്ചറെ, മാഷിന് പറയാനുള്ളത് പറയട്ടെ. ഞാൻ മാഷോട് എന്ത് കള്ളത്തരോ കാണിച്ചേ? ഇവിടെ ഒരുത്തനെ താൻ കൊണ്ടൊന്ന് താമസിപ്പിച്ചിട്ടില്ലേ, ആ കച്ചേരിക്കാരൻ. അവൻ കല്യാണം കഴിച്ചതാണെന്ന് താൻ എന്നോട് പറഞ്ഞത് കള്ളമല്ലേ? മാഷെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കണു. ആരും തെറ്റിച്ചതല്ല. അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ അതിനുള്ള തെളിവുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലോ. ഭരണങ്ങാനത്തെ അറിയപ്പെടുന്ന നായർ തറവാട്ടിലെ ചിട്ടിക്കാരൻ പത്മനാഭൻ പിള്ളയുടെ മകളാണ് സേതുമാധവന്റെ സഹധർമ്മിണി എന്ന് താനും അവനും പറയണു. ആ, ഈ ചിട്ടിക്കാരനെ സഹധർമ്മിണിയെ ഇവിടെ ആര് കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവർക്കിപ്പോ യാത്ര ചെയ്യാൻ വയ്യാത്തോണ്ടല്ലേ. ഗർഭിണിയാണ്. വേണ്ട, ഗർഭിണി യാത്ര ചെയ്യണ്ട. അവരുടെ കല്യാണ ഫോട്ടോയ്ക്ക് ഇവിടം വരെ യാത്ര ചെയ്യാലോ. മാഷ് എന്ത് വിട്ടിട്ടായി പറയണേ? അവൻ വിവാഹിതനാണെങ്കിൽ അവന്റെ കല്യാണ ഫോട്ടോ എനിക്ക് കാണണം. കല്യാണ ഫോട്ടോ? കല്യാണ ഫോട്ടോ. എന്താന്ന് പറയണേ? ഇനിയും വല്ല കള്ളവും കണ്ടുപിടിക്കാന്നാണോ? നടക്കില്ല. ഇതൊരു തരം രോഗ. തലയ്ക്ക് തളമയ്ക്കേണ്ടി വരുന്നാ തോന്നണേ. കണ്ണമാഷ് ഒരു കാര്യം ചെയ്യൂ, മൂപ്പരെ ഒന്ന് കുളിപ്പിച്ച് സേതുവിന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിക്ക. ആ കുട്ടിയെ കണ്ടാലെങ്കിലും ചിലപ്പോ ഇറങ്ങിയേക്കും. അല്ലെങ്കിൽ ഒരു എല്ലാവരുടെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് എഴുന്നള്ളിക്ക. പാവം സേതു, ആ കുട്ടിയുടെ മനസ്സിപ്പോ എത്ര വേദനിച്ചിട്ടുണ്ടാവും ഈ മനുഷ്യൻ കാരണം. എന്റെ കുഞ്ഞമ്മേ, സത്യത്തിന്റെ മുഖം പലപ്പോഴും സുന്ദരമായിരിക്കില്ല. ഞാൻ ഇതിൽ തൈരെടുത്തോണ്ട് വരട്ടെ. മാഷേ, ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. താനേ വെറും തറയാ. തറ, പറ, പന, ഉറ. അപ്പോ ഒരു ഫോട്ടോ സംഘടിപ്പിച്ച പ്രശ്നം തീരും. തൽക്കാലത്തേക്ക്. അത് കഴിയുമ്പോ ആളെ കാണുമെന്ന് പറയുന്ന എന്റെ പേടി. കൊണ്ടാറടങ്ങാനായിട്ട് തന്റെ ഒടുക്കത്തെ കരുനാക്കൊണ്ട് ഒന്നും എഴുന്നള്ളിക്കാതിരുന്നാ മതി. ഒരു വഴിയുണ്ട്. കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. എന്നാലും വർഷാവർഷം സ്കൂളിൽ ആർഡറൊക്കെ ഒപ്പിച്ചു തരുന്ന കണ്ണമ്മാഷോട് എങ്ങനെ നോ പറയും? ഇയാൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. തനിക്ക് ചെയ്തു തരാൻ പറ്റുമോ? എമൗണ്ട് കുറച്ച് കൂടുതലാവും. ഓ, അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, സംഗതി റെഡിയായി കിട്ടിയാൽ മതി. ഇത് ഈ ബൗണ്ടറി വിട്ടുള്ള കിളികളുടെ ഫോട്ടോസാ. പറ്റിയതൊരെണ്ണം സെലക്ട് ചെയ്യും. ഞാനിപ്പോ വരാം. ആരെങ്കിലും വന്നാ പെട്ടി അടിയിൽ കയറ്റിക്കൊള്ളണം. ഇയാൾ പോ. ദേ, ഇത് ചരക്കാണല്ലേ? ഒരു അലന്ന പീസ്. ഇതെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, പക്ഷെ മൂക്കൊരു സുഖമില്ല, മുടിയില്ല. ദേ, പാർവതിയുടെ കട്ടുള്ളൊരു പെണ്ണ്. ഇവിടെ ദേ, ഇത് പറ്റുമോ നോക്ക്. ഒരു തറവാടത്തുള്ള നായര് കുട്ടിയുടെ മുഖമില്ല. ഒരു തറവാടി നായര് കെട്ടി കൂടെ പാർപ്പിക്കാൻ പോവല്ലേ? ഏതെങ്കിലും ഒന്ന് തപ്പിയെടുക്ക്. ഇത് കൊള്ളാം.
എന്താ ജെന്റിൽമാൻ, കിട്ടിയോ? പൂവ് കിട്ടിയതേ. ഇത് ഒരു സുഖമില്ല, കഴുത്തൊക്കെ ഒരുമാതിരി താക്കോല് പോലെ. എനിക്കിഷ്ടപ്പെട്ടു. ഹ, മതി. ഇതാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. ഓക്കെ, ഇനി സെയിം ആംഗിളിൽ ബ്രദറിന്റെ ഒരു ഫോട്ടോ കൂടി എടുക്കണം. ആ. അതോട്ട് പോ. ഇത്തിരി പൗഡർ ഒരു ചീപ്പ് നന്നേ. ഊണുകൾ കഴിക്കേണ്ട സമയത്ത് ഇങ്ങനെ ചായകൾ മാത്രം കുടിച്ചാൽ ചെണ്ടക്കോല് പോലെ ആയി പോവല്ലേ. എന്തിന് സാറേ ഫോട്ടോ മറച്ചു വെച്ച് കളഞ്ഞത്? ഏയ് ഒന്നുമില്ല. പെമ്പിള്ളേരുടെ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തൊരോ ഫോട്ടോകൾ തന്നെ. ഏയ് അയ്യേ, ഇതൊരു കല്യാണ ഫോട്ടോയാ. തന്നെ? എന്നാലെന്ന് കാണട്ട്. ഞാൻ കലവറക്കാരനായി നിന്ന വല്ല കല്യാണത്തിന്റേതുമാണോന്ന് അറിയാവല്ലോ. ഇതിന് സദ്യ ഒന്നും ഉണ്ടായില്ലടോ, രജിസ്റ്റർ മാരേജ് പാർട്ടിയാ. ഓ തന്നെ? എന്നാലും ഞാനെന്ന് കാണട്ട്. എന്നാ കാണ. ഈ പെണ്ണ്? ഇത് ഇയാളുടെ ഭാര്യ. അല്ല, ഇയാള്? ഈ പെങ്കൊച്ചിന്റെ ഭർത്താവ്. തന്നെ? വാ. നല്ല ജോഡി, പേര് പോലെ തന്നെയാ ലക്ഷ്മി. ദാ കണ്ണ് നിറച്ചങ്ങോട്ട് കാണൂ, സമാധാനം ആവട്ടെ. ഇത്രയും നല്ലൊരു കുട്ടിയെ ഒറ്റയ്ക്കൊരു വീട്ടിലാക്കിയിട്ട് സേതുമാധവൻ ഇവിടെ സമാധാനമായിട്ട് എങ്ങനെയാ കഴിയണേന്ന് ഓർക്കായിരുന്നു. അതിനവിടെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആരുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ ഒരു നിമിഷം പോരെ? എന്ത് ചാഞ്ചല്യം? അല്ല, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. എത്രയും വേഗം ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് നല്ലത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയിൽ യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടേ, ബസ്സും തിരക്കും. ബസ്സിലാവണ്ട, ഒരു ടാക്സി ആയിക്കോട്ടെ. അയ്യോ, എന്നാലും ഇത്രയും ദൂരം. വന്നാൽ എനിക്കൊരു കൂട്ടായനെ. വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രെയിം ചെയ്യിച്ച് ഓ, കേറി വരുമ്പോ തന്നെ കാണാൻ പാകത്തിന് വെക്ക. സംശയക്കാരുടെ ഒക്കെ വെല്ലുവിളിയൊന്നും അടങ്ങട്ടെ. എന്നാ വരട്ടെ. ഉം.